സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പര. പ്രിയ കുടുംബാംഗങ്ങളെ, നമ്മുടെ നാട്ടിൽ ഏറെ വിവാദമായ ഒരു വിഷയമാണ് ഗോമാംസം കഴിക്കരുത്, ഗോവിനെ കൊല്ലരുത് എന്നുള്ളത്. പശുവിനെ കൊന്നിട്ട് കഴിക്കാൻ പാടില്ല, ഭക്ഷണം കഴിക്കരുത് എന്ന് വളരെ ശക്തമായി വാദിക്കുന്ന ഒരു വിഭാഗം ആൾക്കാരുമുണ്ട്. അപ്പോൾ അവർ തിരിച്ചു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. പശുവിനെ കൊല്ലാൻ പാടില്ല എന്ന് പറയുമ്പോൾ ആടിനെയും പോത്തിനെയും പന്നിയെയും ഒക്കെ നിങ്ങൾ കൊല്ലുന്നുണ്ടല്ലോ, അപ്പോൾ അത് ശരിയാണോ എന്ന് ചോദിക്കുന്ന ആൾക്കാരുമുണ്ട്. അപ്പോൾ നമുക്ക് ആകെ ആശയക്കുഴപ്പമാവും. കാരണം എന്താ, പശു, എരുമ, പോത്ത്, ആട് ഇതിനൊക്കെ ആൾക്കാർ ഇതാക്കുമ്പം പശുവിന് മാത്രം എന്തേ ഇങ്ങനെ ഒരു മാറ്റം, അല്ലെങ്കിൽ അതിനെ മാറ്റി നിർത്താനുള്ള കാരണം എന്താണ് എന്നാണ് ചോദിക്കുന്നത്. കൃത്യമായിട്ട് അതിന് ഉത്തരവുണ്ട്. അതിന് കൃത്യമായ ഉത്തരവുണ്ട്. നമ്മളൊക്കെ പറയുന്നൊരു ഉത്തരം എന്താണെന്നറിയോ? പശു എന്ന് പറയുന്നത് നമ്മളെ പെറ്റമ്മയല്ലെങ്കിലും പോറ്റമ്മയാണ് എന്നാണ് പറയുന്നത്. കാരണം ജനിച്ചു വീഴുന്ന ഒരു കുട്ടി നിശ്ചിത പ്രായം വരെ സ്വന്തം അമ്മയുടെ അമ്മിഞ്ഞപ്പാൽ കുടിച്ചാണ് അവർ വളരുന്നത്. ആ കാലഘട്ടത്തിന് ശേഷം മരണം വരെ അവർ ഉപയോഗിക്കുന്നത് ഗോമാതാവിൻ്റെ അമ്മിഞ്ഞപ്പാലാണ്. മറ്റൊരു ജീവിയുടെ അമ്മിഞ്ഞപ്പാൽ കുടിക്കില്ല. കൊച്ചു കുട്ടികൾക്ക് വിശ്വസിച്ച് കൊടുക്കാൻ പറ്റുന്നതും ഈ പശുവിൻ്റെ പാലാണ്. അപ്പോൾ ആ ജനിച്ചു വീഴുന്ന മനുഷ്യ കുഞ്ഞിന് പോലും മരണം വരെ ഈ പോറ്റമ്മയായിട്ടുള്ള ഗോവിൻ്റെ പാലാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത് കൊണ്ടാണ് അതിനെ കൊല്ലാൻ പാടില്ല എന്ന് പറയുന്നതെന്ന് പല ആൾക്കാരും പറയാറുണ്ട്. അത് നമ്മൾ ആത്മീയമായിട്ടുള്ള ഒരു മനസാക്ഷിയുടെ പേരിൽ പറയുന്ന കുറച്ച് കാര്യങ്ങൾ. പെറ്റമ്മയെപ്പോലും കൊന്നു തള്ളുന്നൊരു കാലഘട്ടമാണ് ഇന്ന് സ്വത്തിന് വേണ്ടിയിട്ട്. എന്നാൽ ഗോമാംസം കഴിക്കാൻ പാടില്ല എന്ന് പറയുന്നത് ഇതിനല്ല കാരണം. അതിന് പിന്നിൽ വേറൊരു കാര്യമുണ്ട്. നമുക്കറിയാം, നമ്മുടെ പുരാണങ്ങളിൽ എവിടെയും മത്സ്യമാംസാദികൾ കഴിക്കാൻ പാടില്ല എന്ന് എവിടെയും പറഞ്ഞിട്ടൊന്നുമില്ല. ഇന്ന ജീവിയെ കൊല്ലാൻ പാടില്ല എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. പക്ഷേ ഗോമാംസത്തിന് മാത്രമാണ് ഈ ഭ്രഷ്ട് കൽപ്പിച്ചിട്ടുള്ളത്. നമുക്കറിയാം, നമ്മുടെ പുരാണത്തിൽ തന്നെ പോത്തിനെയും പന്നിയൊക്കെ കൊന്നിട്ട് പല സ്ഥലങ്ങളിലും ഭക്ഷിച്ചതായിട്ട് പറയുന്നുണ്ട്. രാമായണത്തിലടക്കം പറയുന്നുണ്ട്. പോത്തിനെ കൊന്നിട്ടും പന്നിയെ കൊന്നിട്ടൊക്കെ ഭക്ഷണം ആക്കിയിട്ട് കഴിച്ചതായിട്ട് പറയുന്നുണ്ട്. അതൊന്നും ഒരു തെറ്റായിട്ട് ഞാൻ പറയുന്നില്ല. കാരണം ക്ഷത്രിയന്മാർക്ക് അത് കഴിക്കാം. കാരണം അവരുടെ ക്ഷാത്രവീര്യം പ്രകടമാകുന്ന തരത്തിലുള്ള ഭക്ഷണം കഴിക്കാം എന്നർത്ഥം. നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇവിടെ ഈ നമ്മുടെ ജയിലിൽ ശിക്ഷ അനുഭവിക്കുന്ന ആൾക്കാരിൽ ഒരൊറ്റ സമ്പൂർണ്ണമായിട്ട് സസ്യാഹാരം കഴിക്കുന്ന ആൾക്കാർ വളരെ കുറവായിരിക്കും. ഏത് കുറ്റകൃത്യങ്ങളിൽ പെടുന്ന ആൾക്കാർ കാരണം ഒരു പീഡനമാവട്ടെ, മോഷണമാവട്ടെ, അല്ലെങ്കിൽ ഒരു വിധ്വംസക പ്രവർത്തനമാവട്ടെ, ഇങ്ങനെയുള്ളതിൽ കൂടുതലും ഉള്ളത് നോൺ വെജ് കഴിക്കുന്ന ആൾക്കാരിലാണ് കൂടുതലായിട്ട് കാണുക. വെജിറ്റേറിയൻ കഴിക്കുന്ന സാധാരണക്കാരായ ആൾക്കാർ ഇങ്ങനെ പ്രതികളാകുന്നത് വളരെ അപൂർവങ്ങളിലും അപൂർവമായിരിക്കും. കാരണം അവരിൽ ഓരോ ആൾക്കാരും ഭക്ഷണം കഴിക്കുന്നതിനനുസരിച്ചുള്ള വികാരങ്ങൾ അവരിൽ നിന്ന് പുറത്തേക്ക് വരും. അവരുടെ ശാരീരികമായ ആ പ്രവർത്തനം അവർ കഴിക്കുന്ന ഭക്ഷണത്തിലൂടെയാണ് പ്രകടമാകുന്നത്. അപ്പോൾ ഒന്നിനെ കൊല്ലുകയും അതുപോലെ തന്നെ അതിൻ്റെ ഭക്ഷണം കഴിക്കുകയും ഒക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ. ഇങ്ങനെ കഴിക്കുന്ന അവസരത്തിൽ അതിനനുസരിച്ചിട്ടുള്ള സ്വഭാവ ഗുണവും അവർക്കുണ്ടാകും. അതുകൊണ്ടാണ് ക്ഷത്രിയന്മാരിത് കഴിക്കുന്ന അവസരത്തിൽ അവർക്കെന്താണ്, അവരുടെ മുന്നിലുള്ള ശത്രുക്കളുണ്ട്. അവരുടെ ശത്രുക്കൾ എന്ന് പറഞ്ഞാൽ അവരുടെ ധർമ്മത്തിന് എതിരായി പ്രവർത്തിക്കുന്ന ആൾക്കാർ, അധർമ്മികളായ ആൾക്കാർ, അവരെ ഇല്ലായ്മ ചെയ്യേണ്ടതായിട്ട് വരും. നമ്മുടെ രാജ്യത്തിനെ ആക്രമിക്കുകയും നമ്മുടെ രാജ്യത്തിൻ്റെ സമ്പത്ത് കൊള്ളയടിക്കുകയും നമ്മുടെ നാട്ടുകാരെ പീഡിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന ആൾക്കാരെ ഇല്ലായ്മ ചെയ്യേണ്ടതായിട്ട് വരും. അതാണ് ഒരു ക്ഷത്രിയൻ്റെ ധർമ്മവും. അപ്പോൾ ആ ക്ഷത്രിയ ധർമ്മം നടപ്പാക്കണമെങ്കിൽ അവൻ സാധാരണഗതിയിൽ പച്ചക്കറി മാത്രം കഴിച്ചു പോയി കഴിഞ്ഞാൽ അവൻ അവിടെ ഉപദേശത്തിന് മാത്രമേ കൊള്ളുള്ളൂ. അവൻ അവിടെ കൈക്കരുത്ത് കൊണ്ടും
യാതൊരു വിധത്തിലുള്ള മനസ്സലിവുമില്ലാതെ എതിരാളികളെ കൊന്നൊടുക്കണമെന്നുണ്ടെങ്കിലും അവൻ്റെ മനസ്സിലും ഇത്തരത്തിലുള്ളൊരു വികാരം ഉണ്ടാവണമെങ്കിൽ അവൻ അത്തരത്തിലുള്ള ഭക്ഷണം കഴിക്കണമെന്നർത്ഥം. ഒരു തരത്തിൽ ഇവിടുത്തെ എല്ലാ വിഭാഗം ആൾക്കാരെയും, ബ്രാഹ്മണനാവട്ടെ, ക്ഷത്രിയനാവട്ടെ, വൈശ്യനാവട്ടെ, ശൂദ്രനാവട്ടെ, എല്ലാ വിഭാഗം ആൾക്കാരെയും നിലനിർത്തുന്നത് ഇവിടുത്തെ ക്ഷത്രിയൻ്റെ ക്ഷാത്രവീര്യം തന്നെയാണ്. ആ കാലഘട്ടങ്ങളിൽ വിദേശത്തു നിന്നും നമ്മളിവിടെ നിരവധി ആൾക്കാർ കടന്നു വന്നിട്ടുണ്ട്. മുഹമ്മദ് ഗസ്നിയും മുഹമ്മദ് ഗോറിയും ബാബറും ഹുമയൂണും അക്ബറും അങ്ങനെ തുടങ്ങിയ ആൾക്കാരൊക്കെ ഇവിടെ കടന്നു വന്നു. ഇന്നും നമ്മുടെ സനാതനധർമ്മ വിശ്വാസികളുടെ ആ വിശ്വാസത്തെ അടിച്ചമർത്തുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ മറ്റു പലരിൽ നിന്നും കാണുന്നുണ്ട്. ഇതിനൊക്കെ ശക്തമായിട്ട് എതിർക്കുന്നത് ഈ പച്ചക്കറി കഴിക്കുന്ന ആൾക്കാർ മാത്രമല്ല. അവരാരടാ ചോദിച്ചാൽ ഞാനടാ എന്ന് പറയാനും നമ്മുടെ സഹോദരിമാരുടെ മടിക്കുത്തിൽ കയറി പിടിച്ചു കഴിഞ്ഞാൽ ആ കൈ വെട്ടിമാറ്റാനുള്ള മാനസിക ധൈര്യമുള്ളത് ഇത്തരത്തിലുള്ള മത്സ്യമാംസാദികൾ കഴിച്ചിട്ട് ക്ഷാത്രവീര്യം ഉയർത്തിയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമാണ്. സാധാരണ നമ്മളെ ഒരു അപകടം വരുന്ന അവസരത്തിൽ ഹരേ രാമ 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 ഹരേ ഹരേ എന്ന് ജപിച്ചിരുന്നു കഴിഞ്ഞാൽ ഇന്നിവിടെ ഹിന്ദു സമാജം ഉണ്ടാകില്ല. ആ സമയത്ത് ആ നാമം ജപിക്കുന്ന അതേ ആൾക്കാർ തന്നെ നമ്മുടെ നേർക്ക് വരുന്ന ദുഷ്ട കൈകളെ അല്ലെങ്കിൽ ക്രൂരമായിട്ടുള്ള നടപടികളെ ശക്തമായി എതിർക്കുവാനുള്ള മാനസികാവസ്ഥ ഉണ്ടാകുന്നതും ഇത്തരത്തിലുള്ള മത്സ്യമാംസാദികൾ കഴിക്കുന്ന ആൾക്കാരിൽ നിന്നാണ്. അവർ ഒന്നിനെ വേട്ടയാടിയിട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ കൊല്ലുന്ന അവസരത്തിൽ അവരുടെ ശക്തിയെ പൂജ ചെയ്യുമ്പോൾ കൗളാചാരത്തിലൂടെ അവർ ചെയ്യുന്ന അവസരത്തിൽ അവരുടെ മനസ്സിന് ചോരയെ കൊണ്ടോ മറ്റുള്ളതിനെ കൊണ്ടോ തണുപ്പിക്കാൻ കഴിയില്ല. കാരണം അല്ലെങ്കിൽ അത് കാണുമ്പോൾ അവരുടെ ശരീരം വിറക്കുന്നില്ല എന്ന് വേണം പറയാൻ വേണ്ടിയിട്ട്. ചോര കാണുമ്പോഴോ മാംസം കാണുമ്പോൾ ശരീരം വിറക്കുന്ന ആൾക്കാരാണ് സാധാരണഗതിയിൽ നാമജപവും ഉപാസനയും ഒക്കെ കൊണ്ട് നടക്കുന്ന ആൾക്കാർ. അങ്ങനെയുള്ള ആൾക്കാർക്ക് എങ്ങനെയാണ് ശത്രുക്കളെ നേരിടാൻ കഴിയുക? നമ്മുടെ നേർക്ക് ഒരു അറ്റാക്ക് വരുന്നു, ഒരു അപകടം വരുന്നു, നമ്മുടെ സഹോദരിമാർക്ക്, നമ്മുടെ അമ്മമാർക്ക്, നമ്മുടെ പെൺമക്കൾക്ക് ഒരു ദുരിതം വരുമ്പോൾ അതിനെ ശക്തമായിട്ട് എതിരിടണമെന്നുണ്ടെങ്കിൽ കരുത്തുറ്റ കരങ്ങളും കരുത്തുള്ള മനസ്സും വേണം. അവിടെ നാമജപം മാത്രം ജപിച്ചിട്ടൊരു കാര്യമില്ല. അപ്പോൾ അങ്ങനെയുള്ളൊരു വിഭാഗം ഇവിടെ ഉണ്ടാവണമെങ്കിൽ മത്സ്യമാംസാദികൾ കഴിക്കണം. അത് കഴിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. അങ്ങനെ കഴിക്കുന്ന ആൾക്കാരുള്ളത് കൊണ്ടാണ് മുൻകാലങ്ങളിലും നമ്മുടെ രാജ്യം ഇതുപോലെ നിലനിന്ന് പോകാൻ അവർ സായറ്റം പ്രയത്നിച്ചത്. പല ആൾക്കാരും പണ്ട് പോരാടിയില്ലേ? സ്വന്തം ജീവൻ പോലും പണയം വെച്ച് പോരാടിയ ആൾക്കാരിൽ ഈ ബ്രാഹ്മണന്മാരായ ആൾക്കാർ വളരെ അപൂർവേ ഉള്ളൂ. അതിൽ ക്ഷത്രിയന്മാരായ ആൾക്കാരാണ് 90% ആൾക്കാരും. അല്ലെങ്കിൽ ക്ഷാത്രവീര്യമുള്ള ആൾക്കാർ. അവരുടെ ആ ഭക്ഷണ രീതിയിൽ നിന്നാണ് അവർക്ക് ആ ക്ഷാത്രവീര്യം ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇനിയിപ്പോൾ നാളെ പാകിസ്ഥാനിൽ നിന്നോ അല്ലെങ്കിൽ പാകിസ്ഥാൻ അനുകൂലികളായ ചില ആൾക്കാരിൽ നിന്നോ നമ്മുടെ കുടുംബത്തിനും ഒരു ഭീഷണി വന്നു കഴിഞ്ഞാൽ, നമ്മുടെ സമാജത്തിനൊരു ഭീഷണി വന്നു കഴിഞ്ഞാൽ നമ്മൾ ഹരേരാമ ജപിച്ചിരിക്കുകയല്ല വേണ്ടത്. അങ്ങനെ ഒരു ഭീകര ഭീഷണി നമ്മൾ നേരിടുകഴിഞ്ഞാൽ നമുക്ക് ശക്തമായ മനസ്സും ശക്തമായ കരങ്ങളും നമുക്കുണ്ടാകണം. അതിന് നമ്മൾ ഒരു കാരണവശാലും ഇത്തരത്തിൽ ഭക്ഷണം കഴിക്കുന്ന ആൾക്കാരെ കുറ്റം പറയാൻ പാടില്ല എന്നുള്ളതാണ് പറയാനുള്ളത്. അതുകൊണ്ട് തന്നെ ക്ഷത്രിയന്മാർ അത് കഴിക്കാറുണ്ട്, ഒരു തെറ്റും അവിടെ പറഞ്ഞിട്ടില്ല. പുരാണങ്ങളിൽ പോലും നിരവധി സ്ഥലങ്ങളിൽ പോത്തിൻ്റെയും പന്നിയുടെയും ഒക്കെ ഇറച്ചി കഴിച്ചതായിട്ട് വിവരിക്കുന്നുമുണ്ട്. എന്നാൽ ഗോമാംസത്തിന് അതല്ല. ഞാനിപ്പോൾ പറഞ്ഞു, ഓരോ ഭക്ഷണം കഴിക്കുമ്പോഴും ഓരോ തരത്തിലുള്ള വികാരമാണ് നമ്മളിൽ ഉണ്ടാവുക എന്ന് പറഞ്ഞിട്ടുണ്ട്. പാല് കുടിക്കുന്ന ആൾക്കാർക്ക് പാലിൻ്റെ കുടിക്കുന്ന തരത്തിലുള്ള വികാരങ്ങളും ചിന്താധാരകളും അവർക്കുണ്ടാവും. ഇറച്ചി കഴിക്കുമ്പോൾ ആ തരത്തിലുള്ള ചിന്താധാരകൾ ഉണ്ടാവും. അവരുടെ ചിന്തകളും പ്രവർത്തനങ്ങളും അങ്ങനെയായിരിക്കും. അതേപോലെ തന്നെയാണ് ഗോമാംസം കഴിക്കുമ്പോഴും. ഗോമാംസത്തിന് മാത്രമുള്ളൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഈ മാംസം, ഇതിൻ്റെ പാല് നമ്മൾ കുടിക്കുന്നു, വെണ്ണ കഴിക്കുന്നു, എന്നാൽ അതൊക്കെ നമുക്ക് പലതരത്തിലുള്ള എനർജി ഉണ്ടാക്കുമെങ്കിലും മാംസം കഴിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന എനർജി എന്താണെന്ന് വെച്ചാൽ നമ്മളിലുള്ള കരുണ എന്ന് പറയുന്ന വികാരത്തെ ഇല്ലാതെയാക്കുകയാണ് ചെയ്യുന്നത്. നമുക്കൊരാളോട് ദയ തോന്നുന്നുണ്ടല്ലോ, ആ ദയ ഉണ്ടാകുന്ന തരത്തിലുള്ള ആ വികാരം നമുക്കില്ലാതെയാകും. പാലുൽപ്പന്നങ്ങളും അത്തരത്തിലെ വികാരങ്ങളെ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ഒരു ചെറിയൊരു സഹജീവിയെ കാണുമ്പോൾ അവരൊരു ബുദ്ധിമുട്ട് അനുഭവിക്കുമ്പോൾ നമുക്ക് അവരോട് കരുണ തോന്നും. ഒരു വേദനിക്കുന്ന ഒരാളെ കാണുമ്പോൾ അവരെ ചേർത്ത് പിടിച്ച് അവരെ സാന്ത്വനിപ്പിക്കാൻ നമുക്ക് തോന്നും. പാലുൽപ്പന്നങ്ങളും പഴവർഗ്ഗങ്ങളൊക്കെ അതിന് നമുക്ക് ഉപകരിക്കും. എന്നാൽ ഗോമാംസം കഴിക്കുന്ന ആൾക്കാർക്ക് മുന്നിൽ ഒരുത്തൻ നരകയാതന അനുഭവിക്കുന്ന കണ്ടാൽ പോലും അവരോട് ഒരു കരുണയും തോന്നില്ല.
ആ അവസരത്തിലും അവൻ്റെ കഴുത്തിലുള്ള മാല പിടിച്ചു പറിക്കാനായിരിക്കും തോന്നുക ഗോമാംസം കഴിച്ചാൽ. കാരണം അവൻ്റെ മനസ്സിൽ കരുണയുണ്ടാകുന്നില്ല, അവന് ദയ എന്ന് പറയുന്ന വികാരം ഉണ്ടാകുന്നില്ല. അവൻ്റെ ഉള്ളിൽ വളർന്നു വരുന്നത് ക്രൂരതയുടെ ചിത്രമായിരിക്കും. അവന് മറ്റുള്ളവരോട് ക്രൂരമായി പെരുമാറാനേ കഴിയും. ആ വികാരം ഉണ്ടാകുന്നത് അവൻ ആ കഴിക്കുന്ന ഗോമാംസത്തിൽ നിന്നാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഗോമാംസം വെന്ത് കഴിഞ്ഞാൽ അത് കഴിക്കുമ്പോൾ അതിലുണ്ടാകുന്ന വികാരം, അത് കഴിക്കുന്നതൊക്കെ ഉണ്ടാകുന്നത് ക്രൂരമായിട്ടുള്ള ചിന്തകളായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കൂ, ഈ ഗോമാംസം കഴിക്കുന്ന ആൾക്കാരിലാണ് ഏറ്റവും കൂടുതൽ, അവർക്ക് മതപരമായിട്ടൊക്കെ നല്ല ക്ലാസ്സുകൾ കിട്ടുന്നുണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ തീവ്രവാദികൾ ഉണ്ടാകുന്നത് ഈ ഗോമാംസം കഴിക്കുന്ന ആൾക്കാരിലാണ്. ഏറ്റവും കൂടുതൽ പെൺവാണിഭം നടത്തുന്നത് ഈ ഗോമാംസം കഴിക്കുന്ന ആൾക്കാരിൽ നിന്നാണ്. ഏറ്റവും കൂടുതൽ പിടിച്ചു പറയും കൊള്ളക്കാരും അഴിമതിക്കാരും അങ്ങനെ വൃത്തികെട്ട ആൾക്കാരെ ഒരു വിഭാഗം ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത് ഈ ഗോമാംസം കഴിക്കുന്ന ആൾക്കാർക്കായിരിക്കും എന്നർത്ഥം. എന്ന് വെച്ചാൽ അവർക്ക് ഒരാളോടൊരു കരുണയില്ല, ഒരാളോടും ഒരു ദയയില്ല. കാരണം അവർ സാധാരണ മനുഷ്യന്മാരെ പോലെ തന്നെ, പക്ഷെ അവർ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ ഗുണമാണ് അവരുടെ പ്രവൃത്തിയിലൂടെ പ്രകടമാകുന്നത് എന്നർത്ഥം. അപ്പോൾ നമ്മുടെ സനാതനധർമ്മം പറയുന്നത് എന്താണ്? എല്ലാവരോടും സ്നേഹത്തോടു കൂടി പെരുമാറണം, എല്ലാവരോടും ബഹുമാനത്തോടു കൂടി പെരുമാറണം, എല്ലാത്തിനും ഈശ്വരനെ കാണാൻ നമുക്ക് കഴിയണം. അങ്ങനെ കാണാൻ കഴിയണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? നമുക്ക് അങ്ങനെയുള്ളൊരു ചിന്ത നമുക്കുണ്ടാവണം. അവർക്ക് ചിന്താധാര അങ്ങനെ ആയിരിക്കണ്ടേ? എല്ലാവരോടും സ്നേഹം ഉണ്ടാവണമെങ്കിൽ അങ്ങനെയുള്ള ചിന്ത ഉണ്ടാവണ്ടേ? അങ്ങനെ ഉണ്ടാവണമെങ്കിൽ അവരുടെ ഭക്ഷണവും അത്തരത്തിലാവണം. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഭക്ഷണം നമുക്ക് കഴിക്കണം എന്നുള്ളത് കൊണ്ടാണ് നമ്മളോട് പറയുന്നത്, നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല? ഈ പറയുന്ന ഗോമാംസം കഴിക്കാൻ പാടില്ല. മറിച്ച് നിങ്ങൾ മറ്റേത് മാംസം കഴിച്ചാലും ഇല്ലാത്ത ദുരിതമാണ് ഈ ഗോമാംസത്തിലൂടെ ഉണ്ടാകുന്നത്. പണ്ടുള്ള ക്ഷത്രിയന്മാരായാൽ പോലും ഈ ഒരു സ്ഥലത്ത് ഒരു ക്ഷത്രിയന്മാരും ഇത്തരത്തിലുള്ള ഗോമാംസം കഴിക്കുന്നതായിട്ട് പറയില്ല. മറിച്ച് പോത്തും പന്നിയും ഒക്കെ നിരവധി സ്ഥലങ്ങളിൽ പുരാണ ഗ്രന്ഥങ്ങളിൽ തന്നെ കഴിക്കുന്നതായിട്ട് പറയുന്നുണ്ട്. കാരണം അവരുടെ ജീവിത രീതിക്കനുസരിച്ചുള്ളതായിരിക്കും. അതുകൊണ്ട് അവരൊരിക്കലും ക്രൂരന്മാരാകുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. അപ്പോൾ ചില ആൾക്കാർ പറയും ഹിന്ദുക്കൾ ഒരിക്കലും മത്സ്യമാംസാദികൾ കഴിക്കാൻ പാടില്ലല്ലോ എന്ന് പറയും. അതും തെറ്റാണ്. ഓരോ ആൾക്കാർക്കും അവരുടേതായ ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കുന്നതിൽ ഒരു തെറ്റും എവിടെയും പറഞ്ഞിട്ടില്ല. ഒരു പുരാണ ഗ്രന്ഥങ്ങളിലും മത്സ്യമാംസാദികൾ കഴിക്കാൻ പാടില്ല എന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ ഈ ഒരു ഇതിനെ നമ്മൾ പൂർണ്ണമായിട്ടും ഒഴിച്ചു നിർത്തണമെന്ന് നമ്മുടെ ആചാര്യന്മാർ പറയുന്നു. കാരണം അത്തരത്തിലുണ്ടാകുന്ന വികാരം നമ്മളെ ബാധിക്കുന്നത് കൊണ്ടാണ്. നമുക്കറിയാം, നമ്മൾ ശാക്തേയ പൂജ ചെയ്യുന്ന ആൾക്കാരാണ്, അതുപോലെ തന്നെ കൗളാചാരത്തിൽ ചെയ്യുന്ന ആൾക്കാരാണ്. ഇവരൊക്കെ തന്നെ ഈ പറയുന്ന പോത്തിനെയും മറ്റുള്ള ജീവജാലങ്ങളൊക്കെ വെട്ടിയിട്ട് അതിൻ്റെ മാംസം വെച്ചിട്ടൊക്കെയാണ് പൂജ ചെയ്യാറ്. അത് അവരുടെ ആചാരം. അത് പണ്ട് കാലങ്ങളിലുണ്ട്. അവർ സനാതനധർമ്മ വിശ്വാസികളല്ല എന്ന് പറയാനൊന്നും പറ്റില്ല. അവരും സനാതനധർമ്മ വിശ്വാസികളാണ്. അവരുടെ ആ കൗളാചാരവും അതുപോലെ തന്നെ ശാക്തേയ പൂജ ചെയ്യുന്ന ആൾക്കാരൊക്കെ തന്നെ കൂടുതലും യുദ്ധസാമർഥ്യമുള്ളവരായിരിക്കും. അവർ ഇത്തരത്തിലുള്ളതിനെ വേട്ടയാടി കൊണ്ടുവന്നിട്ടാണ് ഇത്തരത്തിലുള്ള കർമ്മങ്ങൾ ചെയ്യുന്നത്. അവരുടെ ജീവിത രീതിക്കനുസരിച്ചുള്ള ഭക്ഷണം കഴിക്കുന്നതിന് ഒരു തെറ്റും എവിടെയും നമ്മുടെ പുരാണ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് മത്സ്യമാംസാദികൾ കഴിക്കാൻ പാടില്ല എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. അത് കഴിക്കുന്നതുകൊണ്ട് ദോഷമാണെന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ അവൻ്റെ ജീവിത രീതിക്കനുസരിച്ചിട്ടുള്ള ഭക്ഷണമേ കഴിക്കാവൂ. ഒരു വെറുതെ ഇരുന്നിട്ട് ഒരു ഉദ്യോഗസ്ഥൻ വെറുതെ ഇരിക്കുകയാണ്, അവൻ തടി അനങ്ങാതിരിക്കുന്ന ഒരാളാണെങ്കിൽ അവൻ ഒരു കാരണവശാലും മത്സ്യമാംസാദികൾ കഴിക്കാതിരിക്കുന്നതാണ് നല്ലത്. കാരണം അവൻ്റെ ദഹന പ്രക്രിയ ക്ലിയറായി നടക്കില്ല. അതോടൊപ്പം തന്നെ ഒരു അധ്യാപകരെ പോലെയുള്ള ആൾക്കാർ അല്ലെങ്കിൽ അറിവ് പകർന്നു കൊടുക്കുന്ന ആൾക്കാർ സാധാരണഗതിയിൽ പൂജാതി കർമ്മങ്ങൾ അതുപോലെ ഉപാസകരും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ വളരെ ലഘുവായിട്ടുള്ള പഴങ്ങളും അതുപോലെ തന്നെ പാലുൽപ്പന്നങ്ങളും അതുപോലെയുള്ള പച്ചക്കറികളായ സാധനങ്ങളാണ് കൂടുതൽ കഴിക്കുക. കാരണം എന്താ? അവർക്ക് സാത്വികമായിട്ടുള്ള ചിന്തകളാണ് അവർക്ക് ഉണ്ടാകേണ്ടത് എന്നുള്ളത് കൊണ്ട്. അവർ മത്സ്യമാംസാദികൾ കഴിച്ചാൽ അവരുടെ ചിന്തകൾ സാത്വികമല്ലാതെ ആയിത്തീരും. അപ്പോൾ അങ്ങനെയുള്ള നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നമ്മുടെ ചിന്തകളെ സ്വാധീനിക്കുന്നു എന്നുള്ളത് കൊണ്ട് നമുക്ക് ഏത് തരത്തിലുള്ള ചിന്തകളാണ് വേണ്ടത്, ഏത് തരത്തിലുള്ള പ്രവർത്തനമാണ് വേണ്ടത്, അതിനനുസരിച്ചുള്ള ഭക്ഷണമാണ് നമ്മൾ കഴിക്കേണ്ടത്. അതുകൊണ്ട് നമ്മൾ ചിന്തിക്കേണ്ടത് ഒരു കാരണവശാലും ഗോമാംസം നമ്മൾ കഴിക്കാതിരിക്കുക. മറ്റുള്ളത് കഴിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. അത് നിങ്ങളുടെ യുക്തിക്കനുസരിച്ച് നിങ്ങളുടെ ജീവിത രീതിക്കനുസരിച്ച് വേണം നമുക്ക് കഴിക്കാം. പക്ഷേ ഇവിടെ ഒരു വിഷമമുള്ളൊരു കാര്യം കൂടി പറയട്ടെ. ഒരു ജീവിയെ നമ്മളങ്ങോട്ട് കൊല്ലുന്നിരിക്കട്ടെ. കൊല്ലുന്നത് ഭക്ഷണത്തിന് വേണ്ടിയിട്ടാണല്ലോ. അപ്പോൾ ഒരു കോഴീനെയാണ് കൊല്ലുന്നത്, അല്ലെങ്കിൽ കുറേ ആട്ടുകൂട്ടത്തിന് ഒരു ആട്ടിനെ കൊണ്ടുവന്നിട്ട് ആളെ വെട്ടിക്കൊല്ലുമ്പോൾ ആ മറ്റുള്ള ആടുകളൊക്കെ പേടിച്ച് വിറച്ചിട്ടായിട്ടുണ്ടാകും. ആ ജീവികളുടെ ശാപം യഥാർത്ഥത്തിൽ നമ്മളിലേക്കും എത്തിച്ചേരുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഭക്ഷണം കഴിക്കുന്നതൊക്കെ കഴിക്കുന്നതിനൊന്നും പറയുന്നില്ല. പക്ഷേ ഇത്തരത്തിലുള്ള ശാപങ്ങളെ നേരിടാനുള്ള മാനസികമായിട്ടുള്ള കരുത്തും നമുക്കുണ്ടാവണം. പലതരത്തിൽ ആ ജീവജാലങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിച്ച് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആൾക്കൊക്കെ കഴിക്കാം.
ഗോമാംസം ഒരു കാരണവശാലും കഴിക്കാതിരിക്കുക. പക്ഷേ നിങ്ങളുടെ തൊഴിലിനനുസരിച്ച് നിങ്ങളുടെ ജീവിത രീതിക്കനുസരിച്ച് ചെയ്യുന്ന അവസരത്തിൽ ഒരു ജീവിയെ കൊന്നിട്ട് നമ്മൾ കഴിക്കുമ്പോൾ ആ ജീവിയുടെ ശാപം എന്തായാലും അത് നമ്മളിലേക്ക് വന്നു ചേരും. അത് യാതൊരു സംശയവുമില്ല എന്നുകൂടി നമ്മൾ ഓർക്കുക. ഭക്ഷണം നിങ്ങളുടെ വ്യക്തിപരമായ കാര്യമാണ്. ഏത് ഭക്ഷണം കഴിക്കുക, നമ്മൾ കൊന്നിട്ടില്ലെങ്കിലും നമുക്ക് കഴിച്ചുകൂടെ എന്ന് ചില ആൾക്കാർ ചെയ്യുന്നത്. നമ്മൾ കൊല്ലുന്നത് വേറെ ആൾ കൊന്നതല്ലേ, നമുക്ക് വേണ്ടിയാണല്ലോ വേറെ ആൾ കൊല്ലുന്നത്. പക്ഷേ നമ്മുടെ ഗ്രന്ഥങ്ങളിൽ എവിടെയും പറഞ്ഞിട്ടില്ല ഇത് കഴിക്കാൻ പാടില്ല എന്ന്, എവിടെയും പറഞ്ഞിട്ടില്ല. അത് നിങ്ങൾ കൃത്യമായിട്ട് ഓർത്തോളൂ. ഒരു പുരാണ ഗ്രന്ഥങ്ങളിലും പറഞ്ഞില്ല. പല പുരാണ ഗ്രന്ഥങ്ങളിൽ രാമായണത്തിൽ അടക്കം എടുത്ത് പറയുന്നത് പല സ്ഥലങ്ങളിലും ഇത്തരത്തിലുള്ള മത്സ്യമാംസാദികൾ കഴിച്ചതായിട്ടാണ്. അജമാംസം അഗസ്ത്യ മഹർഷി കഴിച്ചതായിട്ട് പറയുന്നുണ്ട്. വാൽമീകിയുടെ മൂലഗ്രന്ഥമായിട്ട് രാമായണത്തിൽ നിരവധി സ്ഥലങ്ങളിൽ പോത്തിനെയും അതുപോലെ പന്നിയെയൊക്കെ ഭക്ഷണമായിട്ട് കഴിച്ചതായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അതൊന്നും നമ്മളൊരു മഹാ അപരാധമായിട്ട്, അവരൊന്നും ഹിന്ദുക്കളല്ല എന്നല്ല നമ്മൾ പറയേണ്ടത്, അവരും ഹിന്ദുക്കൾ തന്നെയാണ്. സനാതന ധർമ്മത്തിൻ്റെ മൂല്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന മത്സ്യമാംസാദികൾ കഴിക്കാതിരിക്കുക എന്നുള്ളതല്ല. നിരവധി തരത്തിലുള്ള ആചാരങ്ങളിൽ ഒരു ആചാരമാണ് ഇത് എന്ന് മാത്രം. ഏതായാലും നമ്മുടെ യുക്തിക്ക് എന്താണോ ചെയ്യാൻ പറ്റുന്നത് അത് ചെയ്യുക. ഒരു കാരണവശാലും ഗോമാംസം കഴിക്കാതിരിക്കുക. ഗോവിനെ നമ്മൾ അതിൻ്റെതായ സ്ഥാനം നൽകി പൂജിക്കുക. മറ്റുള്ള ഏത് മാംസത്തെ പോലെയല്ല ഇത് നമ്മൾക്ക് വളരെയേറെ ദോഷം ചെയ്യും എന്നുള്ളത് കൊണ്ടാണ് ഈ മാംസം കഴിക്കാൻ പാടില്ല എന്ന് പറയുന്നത്. അതോടൊപ്പം അത് നമ്മുടെ മരണം വരെ നമ്മൾക്ക് അമ്മിഞ്ഞ പാല് തരുന്ന ഒരു മാതാവിൻ്റെ സ്ഥാനം കൂടിയുള്ളത് കൊണ്ട് അതിന് ഗോമാതാവ് എന്ന് വിളിക്കുന്നു എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കുക. ഏതായാലും മറ്റൊരു വീഡിയോയുമായി മറ്റൊരു അവസരത്തിൽ വരാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.